ഹായ് ഹലോ, നമ്മൾ ബേബി ഔട്ട്ഫിറ്റിൻ്റെ 30 ഡേയ്സ് ചലഞ്ചിൻ്റെ 8ാമത്തെ ഔട്ട്ഫിറ്റാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഷോൾഡറിൽ സ്ട്രാപ്പ് കൊടുത്തിട്ടുള്ളൊരു ഡ്രസ്സും അതേപോലെ തന്നെ അതിൻ്റെ മുകളിൽ ഇതുപോലത്തെ ഒരു ഓവർ കോട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഉള്ളിൽ ഇതുപോലെ വരുന്നത് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്ലീറ്റ്സൊക്കെ ഇത് നമ്മളിത് ഈ രീതിക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. റെഡിമെയ്ഡ് ലുക്കില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ഇത് വെയർ ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ ഇതിന് മുകളിൽ ഈ കോട്ട് ഇട്ടിട്ട് ഇതുപോലെ വെയർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു മോഡൽ ഡ്രസ്സിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഉള്ളിലേക്കുള്ള ഫ്രോക്ക് ചെയ്യുന്നത് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു മീറ്ററാണ് വരുന്നത്. ഞാൻ ചെയ്യുന്നത് 3 വയസ്സായ കുട്ടിയുടെ മെഷർമെൻറ്റിലാണ് കേട്ടോ. അതുപോലെ അതിന് മുകളിൽ വരുന്ന ആ ഒരു കോട്ട് വരുന്നത് ഈ ഒരു മെറ്റീരിയലും കൊണ്ട് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് 1/2 മീറ്റർ മതി. പക്ഷേ ഇത് ഞാൻ വേറൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ കാരണം കൊണ്ട് ഇങ്ങനെ ഒരു നീളം തന്നെ ഉള്ളൊരു പീസായിട്ടാട്ടോ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് ഒരു 1/2 മീറ്ററും പിന്നെ ഉള്ളിലുള്ള ആ ഫ്രോക്ക് ചെയ്യാൻ 1 മീറ്ററും തന്നെ മതിയാവും കേട്ടോ ക്ലോത്ത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ആ മുകളിലേക്കുള്ള ആ ഒരു കോട്ടുണ്ടല്ലോ അതാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഞാൻ ക്ലോത്ത് ഫസ്റ്റ് 2 ആക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഒന്നും കൂടിയും ഫോൾഡ് ചെയ്യുക. ഞാനിപ്പോൾ ലൈനിങ്ങിന് വേറെ ക്ലോത്ത് എടുക്കില്ല. ഞാൻ ചിലപ്പോൾ ഇതും തന്നെ ഔട്ട് എൻ്റെ അടുത്ത് ഈ കളറ് ലൈനിങ് തുണി ഇല്ല. അപ്പോൾ ഞാൻ ലൈനിങ് ആക്കിയിട്ടും ഇത് തന്നെ ഔട്ട് വെക്കുന്നുണ്ടാവുക. ബാലൻസ് ക്ലോത്ത് ഞാൻ നോക്കിയിട്ട്, കാരണം ഇതിങ്ങനെ ആയ കാരണം കൊണ്ട് നമുക്കിതിൻ്റെ കറക്റ്റ് ഒരു മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ഫസ്റ്റ് നമ്മൾ നോർമലായിട്ട് യോക്ക് കട്ട് ചെയ്യില്ലേ, അതേപോലെ 4 ആക്കിയിട്ട് ഫസ്റ്റ് ഫോൾഡ് ചെയ്തില്ല കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് വരെ നമ്മൾ നോർമലായിട്ടുള്ള യോക്ക് കട്ടിങ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഞാൻ 4 ആക്കിയിട്ട് മെറ്റീരിയൽ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ എനിക്കിവിടെ ലെങ്ത്ത് വേണ്ടത് 11 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ 11 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് നമ്മൾ നോർമലായിട്ടുള്ള ഒരു യോക്ക് നമ്മൾ കട്ട് ചെയ്യില്ലേ, ആ ഒരു മെത്തേഡ് തന്നെയാണ് ഫസ്റ്റത്തെ ഒരു ഇത് വരുന്നത്. അതുപോലെ ഇതിൻ്റെ ഷോൾഡർ വന്നിട്ട് 4.5 കേട്ടോ. 4.5 4.5 ഷോൾഡർ. അതേപോലെ തന്നെ ആം ഹോളും 4.5 മാർക്ക് ചെയ്യുക കേട്ടോ. അതിന് ശേഷം ചെസ്റ്റ് വന്നിട്ട് നമുക്കൊരു 7 ഇഞ്ച് മാർക്ക് ചെയ്യാം. അത് നല്ല ടൈറ്റിലല്ല, 1 ഇഞ്ച് തയ്യൽ തുമ്പ് കേട്ടോ. അതേപോലെ തന്നെ താഴേക്കൊരു 1/2 ഇഞ്ച് കുറച്ചിട്ടോ മാർക്ക് ചെയ്യുന്നത്. ഞാൻ ഒരു 6.5 ഇഞ്ചും അതുപോലെ. അപ്പോൾ താഴേക്ക് ഞാനൊരു 1/2 ഇഞ്ച് കുറച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മുകളിൽ ഞാൻ 7 ഇഞ്ചും പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും, താഴെ 6.5 അങ്ങനെ കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇതുപോലെ എല്ലാ വരകളും തമ്മിൽ ഇതുപോലെ മാർക്ക് ചെയ്തതൊക്കെ കൂടിയിട്ട് നമ്മളൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഇതേപോലെ നമ്മളൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്കിവിടെ ആം ഹോൾ വരയ്ക്കാണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് നെക്കും കൂടി ഇതിൽ അടയാളപ്പെടുത്തുക. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് വന്നിട്ട് ഞാനിവിടെ ഒരു 2 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യണത്. അതുപോലെ തന്നെ ബാക്ക് നെക്ക് ഒരു 1 ഇഞ്ച് മതി കേട്ടോ, കാരണം ബാക്ക് കുറച്ചൊന്ന് കയറിയിട്ട് നിൽക്കുന്ന ഒരു മോഡലാണ്. അപ്പോൾ 1 ഇഞ്ച് ബാക്ക് നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് നെക്ക് വന്നിട്ട് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട് നെക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്ക് നെക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ആം റൗണ്ട് വരച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ ആം റൗണ്ട് നമ്മൾ നോർമലായിട്ട് എങ്ങനെ ഒരു കിഡ്സിൻ്റെ ഫ്രോക്കൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് യോക്ക് കട്ട് ചെയ്യുക, അപ്പോൾ അതേപോലെ തന്നെയാണ് കേട്ടോ ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ അടയാളപ്പെടുത്തിയ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഫസ്റ്റ്. അപ്പോൾ ഈ ഒരു ഭാഗം അടിഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ആം ഹോളിൻ്റെ ഭാഗം കട്ട് ചെയ്ത്, അതുപോലെ ബാക്ക് നെക്കും കട്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇനി ഈ ഷോൾഡർ തമ്മിലൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഫസ്റ്റ്. ഞാൻ കട്ടിങ് ഒന്നും കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്ത, ഒരുപാട് ലെങ്ത് ആവുന്നുണ്ട് വീഡിയോ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ ചുരുക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കട്ടിങ് ഇതുപോലെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബാക്ക് പോർഷൻ മാറ്റി വെക്കാം കേട്ടോ. ബാക്ക് പോർഷന് നമുക്ക് ഇനി ആവശ്യമില്ല, അതിൽ കട്ടിങ് ഇല്ല. അതിന് ശേഷം നമ്മൾ ഫ്രണ്ട് പോർഷൻ വെച്ചിട്ട് ഫ്രണ്ടിലത്തെ നെക്ക് ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് ഫസ്റ്റ് നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം നമ്മൾ ഈ ആം ഹോളിൻ്റെ ഈ റൗണ്ടോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഡോട്ടിട്ട് പോയാൽ മതി. ഇതേപോലെ വെച്ചിട്ട് നമ്മളൊരു ഇങ്ങനെ കെർവ് ഷേപ്പ് വരച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഫ്രണ്ടിൽ മാത്രം, ബാക്ക് സൈഡ് നമ്മൾ ഓൾറെഡി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ കെർവ് ചെയ്തിട്ട് ഒരു ഷേപ്പിൽ നമ്മൾ വരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതില്ലാന്ന് വെച്ചാൽ ഇങ്ങനെ ഡോട്ടിട്ട് പോയിട്ട് നമ്മൾ ആ ഒരു ഷേപ്പിൽ വരച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ആ ഷേപ്പ് വരച്ചെടുത്തില്ല ആ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കേട്ടോ ഫസ്റ്റ്. ഇതുപോലെ ഈ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട്, അപ്പോൾ നമുക്ക് ഇതുപോലത്തെ
2 പീസായിട്ടാണ് കേട്ടോ കിട്ടുക. ഇതേപോലെയാണ് കേട്ടോ നമുക്ക് വരിക. കണ്ടില്ല, ഇതുപോലെയാണ് ഇപ്പോൾ വരിക. പിന്നെ നമ്മളിവിടെ ഒരു ബട്ടൺ, ഷോ ബട്ടൺ എന്തെങ്കിലും കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള ഭാഗം നമ്മളിങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ഇടുക കേട്ടോ. നമുക്കിനി ഇതിലേക്ക് സ്ലീവാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ സ്ലീവിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ ബാലൻസ് പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ലീവിൻ്റെ ഒരു 20 ഇഞ്ചൊക്കെ ആണ് കേട്ടോ. അപ്പോൾ ഇതിലൊരു 10.5 ഇഞ്ച് ഒരു വൺ സൈഡിലേക്ക് വേണ്ടി പഫ് സ്ലീവ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ലെങ്ത്ത് വേണ്ടത് നമുക്കൊരു 5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ 5 ഇഞ്ചിൻ്റെ 2 പീസാണ് കേട്ടോ വേണ്ടത്. ഇപ്പോൾ സ്ലീവ് വേണ്ടത്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അത് നമ്മൾ ആം ഹോളിൻ്റെ ഭാഗമാണ്. ഈ ഒരു ഭാഗം പഫ് ഇട്ട് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അതിന് ശേഷം സ്ലീവിൻ്റെ ലെങ്ത്തിൻ്റെ ഇവിടുന്ന് താഴേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് എന്നിട്ട് ഇതിനെ ഈ 7 ഇഞ്ചിൽ നിന്ന് ഇങ്ങനെ ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കട്ടെ ചെയ്യുന്നത്. ഇത്രയാണ് സ്ലീവിൻ്റെ കട്ടിങ് വരുന്നത്. കാരണം ഇവിടെയും നമ്മൾ പഫ് ഇട്ട് കൊടുക്കും, അതുപോലെ തന്നെ ഇവിടെയും പഫ് ഇട്ട് കൊടുക്കും. ഇത്രയും ഭാഗം നമുക്ക് പഫ് ഇട്ടിട്ട് ഫിനിഷ് ചെയ്തെടുക്കാനുള്ള ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ സ്ലീവ് റൗണ്ട് ചെയ്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കട്ടെ. ഇതുപോലെ സ്ലീവ് കട്ട് ചെയ്തെടുക്കുക. സ്ലീവിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 5 ഇഞ്ച് സ്ലീവിൻ്റെ ലെങ്ത്തും അതുപോലെ വൺ സൈഡ് വിട്ട് വന്നിട്ട് ഇതൊരു 10.5 ഇഞ്ചൊക്കെ ഉണ്ട് കേട്ടോ. ഒരു 11 ഇഞ്ച് വിടുത്തും വരുന്നത്. 11 ഇഞ്ച് വിടുത്തും അതേപോലെ 5 ഇഞ്ച് ലെങ്ത്താണ് കേട്ടോ. അപ്പോൾ ഇതിൽ 2 പീസുണ്ട്, 2 സ്ലീവാണ്. ഞാൻ ഇങ്ങനെ മടക്കിയിട്ടേക്കാണ്. അപ്പോൾ 2 സ്ലീവാണ്. പിന്നെ അതിൻ്റെ ശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആം ഹോളിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ ആം ഹോൾ 7 ഇഞ്ച് വരുന്നത്. 7 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അതുപോലെ മാർക്ക് ചെയ്യുക. അതിന് ശേഷം താഴേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ 7ഉം നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ഇത് തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ്. പിന്നെ ഇവിടെ നമ്മൾ പഫ് ഇട്ട് കൊടുക്കും, ഇവിടെയും പഫ് ഇട്ട് കൊടുക്കും. ഇത്രയാണ് കേട്ടോ സ്ലീവിൻ്റെ കട്ടിങ് വരുന്നുള്ളൂ. ഇതുപോലെ ഫസ്റ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ ശേഷം നമ്മൾ ഒരു ഷേപ്പിൽ കൂടെ നമ്മൾ വരച്ച ഷേപ്പിൽ കൂടെ കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ സ്ലീവ് വരുന്നത്. പിന്നെ നമ്മൾ ഈ വരയ്ക്കാത്ത ഈ ഒരു ഭാഗം സ്ട്രൈറ്റ് ആയിട്ടുള്ള ഭാഗം ഫുള്ള് നമ്മൾ ഇത് പഫ് ഇട്ട് കൊടുക്കട്ടെ ചെയ്യുക. അപ്പോൾ നമുക്കറിയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ജസ്റ്റ് ഒന്നൊരു നോച്ചിട്ട് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞ് നമുക്ക് ഇതിലേക്കുള്ള ലൈനിങ് വേണ്ടത്. അപ്പോൾ ഇതിന്ന് കിട്ടുകയെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് തന്നെ ലൈനിങ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന്ന് കിട്ടുമെന്ന് അറിയില്ല. ബാക്ക് പോർഷൻ എന്തായാലും ഇതിന്ന് ലൈനിങ് കിട്ടും. ബാക്ക് പോർഷൻ അതുപോലെ ഇതിൻ്റെ ഒപ്പം വെച്ചിട്ട് ലൈനിങ് നമ്മൾ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തില്ലേ, അതേപോലെ തന്നെ നമ്മൾ എക്സ്ട്രാ ഓരോ പീസ് ലൈനിങ്ങും കൂടിയും കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ബാക്ക് പോർഷനിൽ ലൈനിങ് ഇതൊന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ലൈനിങ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇനി ഫ്രണ്ട് പോർഷനൊക്കെയുള്ള ലൈനിങ്ങും കൂടിയും കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് ഈ രീതിക്കായിട്ടുള്ള ലൈനിങ് കിട്ടണത്. പക്ഷെ നമുക്ക് ഈ തയ്യൽ തുമ്പിൻ്റെ ഒരു ഭാഗത്ത് എക്സ്ട്രാ ഒരു പീസ് കൊടുക്കുക. അതല്ലെങ്കിൽ പിന്നെ അവിടെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ജോയിൻ ചെയ്താൽ മതി കേട്ടോ. എനിക്കിപ്പോൾ ഇത്രയാണ് ലൈനിങ് ഇതൊന്ന് കിട്ടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഷേപ്പിൽ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ അടിച്ച് മറിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഒരു പീസും കൂടി എക്സ്ട്രാ കൊടുക്കണമെങ്കിൽ കൊടുക്കുക കേട്ടോ. ഞാൻ എൻ്റെ അടുത്ത് വേറെ ഈ കളർ ലൈൻ ക്ലോത്ത് ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ ഈ ഒരു ക്ലോത്ത് കൊണ്ട് തന്നെ ലൈനിങ്ങും കൂടിയും അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പീസും കൂടിയും ഇവിടെ വേണമെങ്കിൽ കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് ഉള്ളിൽ പോണ ഭാഗം കേട്ടോ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആം ഹോളും ഈ ഒരു ഭാഗമൊക്കെ ഫിനിഷ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇതിന് പതിച്ചൊരു സ്റ്റിച്ച് കൊടുത്താൽ മതി. നമ്മൾ തയ്യൽ തുമ്പായിട്ട് ഉള്ളിലേക്ക് പോണ ഭാഗത്തേക്കാണ് ഇനി ലൈനിങ് ഇല്ലാത്തുള്ളൂ കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ അവിടെ ചെറിയൊരു പീസ് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞു. അതേപോലെ നമുക്ക് ഒരു 1.5 ഇഞ്ച് വിട്ടുള്ള 2 പീസാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇവിടെ ഇതുപോലെ 1.5 ഇഞ്ച് വെച്ചിട്ട് 2 മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ അത് ലെങ്ത്ത് വേണ്ടത് ഇതിൻ്റെ നമ്മൾ പഫ് ഇട്ടിട്ട് അതിൻ്റെ ഒരു ഇത് കറക്റ്റ് അവിടെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ആ ഒരു ഭാഗത്താണ് ഇതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ ഞാനിതുപോലെ 1.5 ഇഞ്ച് വിട്ടുള്ള 2 പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ കോട്ടിൻ്റെ മുകളിലത്തെ ആ ഒരു പീസിൻ്റെ അതുപോലെ സ്ലീവിൻ്റെ എൻ്റെ വശം ഫിനിഷ് ചെയ്യാനുള്ള ഒരു പീസ്, അതേപോലെ തന്നെ ഇത് ബാക്ക് സൈഡിൻ്റെ ലൈനിങ് കേട്ടോ.
അതേപോലെ തന്നെ ഫ്രണ്ട് പോർഷൻ്റെ ലൈനിങ്ങും. അപ്പോൾ നമ്മളുടെ ഈ കോട്ടിൻ്റെ കട്ടിങ് ഫുള്ളായിട്ട് കഴിക്കും കേട്ടോ. ബാക്കി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു സമയത്ത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇതിൻ്റെ യോക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ ഒരു സൈഡിൽ നിന്ന് ഇതിൻ്റെ യോക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിൽ 3 ഫ്രില്ല് വരുന്നുണ്ട് കേട്ടോ. അതായത് ഫസ്റ്റ് യോക്ക് പോർഷൻ, അതിൻ്റെ താഴെ 6 ഇഞ്ച് വീതിയുള്ള ഒരു പീസിൽ ഫ്രില്ലിടും, അതിൻ്റെ ശേഷം ഫ്രില്ല്, അങ്ങനെ 3 ലെയറായിട്ടാണ് കേട്ടോ ഈ ഫ്രോക്ക് വരുന്നത്. എന്നിട്ട് ഷോൾഡറിൽ സ്ട്രാപ്പാണ് കൊടുക്കണം കേട്ടോ നമ്മൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇതുപോലെ നമ്മൾ ക്ലോത്തിന് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ നോർമലായിട്ട് യോക്ക് കട്ട് ചെയ്യില്ല, അപ്പോൾ അതേപോലെ ഫസ്റ്റ് 4 ആക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ട് കേട്ടോ നമുക്ക് ഇതിൻ്റെ യോക്ക് പോർഷൻ കട്ട് ചെയ്യട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യോക്ക് ഇതിൽ നിന്ന് സിമ്പിളായിട്ടുള്ള കട്ടിങ്ങാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ ക്ലോത്ത് 4 ആക്കി ഫോൾഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ശേഷം നമ്മൾ യോക്ക് ലെങ്ത്താണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ യോക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കാര്യം ശ്രദ്ധിക്കണം, കാരണം നമ്മൾ മുകളിൽ ക്രോസ് പീസ് വെച്ചിട്ടാണ് ഇവിടെ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു 3 ഇഞ്ച് നമുക്ക് എന്തായാലും ആ ക്രോസ് പീസിൻ്റെ, അതായത് ഷോൾഡർ സ്ട്രാപ്പ് പോലെ നമുക്ക് എന്തായാലും ഒരു 3 ഇഞ്ച് വരും കേട്ടോ. അപ്പോൾ ഒരു 3 ഇഞ്ച് ലെങ്ത്ത് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് മൈനസ് ചെയ്തിട്ട് വേണം നമ്മൾ യോക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതെല്ലാം നമ്മളിപ്പോൾ തന്നെ നമുക്ക് കിട്ടേണ്ടത് 8 ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പീസും കൂടി വരുമ്പോൾ ഒരുപാട് യോക്ക് ഇറങ്ങിപ്പോട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടാപ്പ് ഒന്ന് ജസ്റ്റ് ഒരു 3 ഇഞ്ച് മുകളിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് വെക്കുക. 3-3.5 ഇഞ്ചൊക്കെ നമുക്ക് ഷോൾഡർ സ്ട്രാപ്പ് വരും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 3 ഇഞ്ച് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സ്ട്രാപ്പ് കൊടുക്കുമ്പോൾ അധികം ലെങ്ത്തിലല്ല കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് യോക്ക് ലെങ്ത്ത് വേണ്ടത് സ്റ്റിച്ച് ചെയ്തിട്ട് 8.5 ഇഞ്ച് ലെങ്ത്താണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ എക്സ്ട്രാ 1 ഇഞ്ച് കൂടിയും കൂട്ടിയിട്ട് ഞാനിവിടെ ഒരു 9.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഇതുപോലെ താഴെ സ്ട്രൈറ്റ് ആയിട്ട് ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മളൊരു 3 ഇഞ്ചോളം എക്സ്ട്രാ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാട്ടോ ഈ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. അതിന് ശേഷം നമ്മളുടെ അതായത് നമ്മളുടെ ഷോൾഡർ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ അതായത് 3.5 മതി. നമ്മൾ നോർമലായിട്ട് എടുക്കണേക്കാൾ ഒരു 1-1.5 ഇഞ്ച് കുറച്ചിട്ട് വേണ്ട ഷോൾഡർ എടുക്കാൻ, കാരണം നമ്മളിവിടെ സ്ട്രാപ്പ് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്കൊരു 3 ഇഞ്ചൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ 3 ഇഞ്ച് 3 to 3.5 ഇഞ്ച് വരെയൊക്കെ നമുക്ക് എടുക്കാം. അതായത് നമ്മൾ ആ കഴുത്തിൻ്റെ ഒരു അകലം നമ്മൾ ഈ സൈഡിലാണ് സ്ട്രാപ്പ് വെക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു അളവാണ്. അപ്പോൾ നമ്മളിവിടെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ ഒരു 3 ഇഞ്ച് മുകൾക്ക് ടാപ്പ് പിടിച്ചിട്ട് ഇതുപോലെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റ് നമുക്ക് ഇവിടെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് മാറ്റി കളഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ ഷോൾഡർ നോർമലായിട്ട് 4.5 നോർമലായിട്ട് എടുക്കുന്ന ഷോൾഡർ. അപ്പോൾ അതിനൊക്കെ 1 ഇഞ്ച് കുറച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഇവിടെ 3.5 ഇഞ്ചായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ ആം ഹോളിൻ്റെ ഒരു ഭാഗത്ത് സ്ട്രാപ്പ് വെച്ചിട്ട്, അതായത് ക്രോസ് പീസ് വെച്ചിട്ട് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ആം ഹോളിൻ്റെ ലെങ്ത്ത് ഇതുപോലെ വന്നിട്ട് ഒരു 3 ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത്. കാരണം ഈ 3 ഇഞ്ചിൽ നമുക്ക് ഇനി മുകളിലേക്കുള്ള ഒരു 3 ഇഞ്ച് കൂടി വരുമ്പോൾ, പിന്നെ ഇവിടെ നമ്മൾ മടക്കി അടിക്കുമ്പോൾ 1 ഇഞ്ചോളം ഇവിടെയും പോകും കേട്ടോ. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു എന്താ പറയുക, ഇതിൻ്റെ ബാലൻസ് നമുക്ക് ഈ സ്ട്രാപ്പിൻ്റെ കൂടിയും വരുമ്പോൾ നമുക്ക് ഇവിടെ ആം ഹോൾ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ താഴേക്ക് നമ്മളൊരു 3 ഇഞ്ച് പോലെ 2.5 to 3 ഇഞ്ച് വരെയൊക്കെ മാർക്ക് ചെയ്താൽ മതി കേട്ടോ മാക്സിമം. അതിന് ശേഷം നമ്മുടെ യോക്കിൻ്റെ ചെസ്റ്റ് മാർക്ക് ചെയ്യുക, അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് മാർക്കിങ് വരുന്നുള്ളൂ. പിന്നെ ഈ അടിഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തിട്ട് വരച്ച് കൊടുക്കുക കേട്ടോ. ഇവിടെ ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ചെയ്യണത്, അല്ലാതെ നമുക്ക് കർവ് ചെയ്തിട്ടും ചെയ്യാം. അപ്പോൾ ഞാൻ സ്ട്രൈറ്റ് ആണ് കേട്ടോ ചെയ്യണത്. അതിൻ്റെ ശേഷം നമ്മൾ ആം ഹോളും വരച്ചതിന് ശേഷം നമുക്ക് ഈ മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടെ ഒക്കെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതേപോലെ നമ്മൾ ആം ഹോൾ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇനി ഇത് യോക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയാണ് കേട്ടോ യോക്ക് പോർഷൻ്റെ കട്ടിങ് നമുക്ക് വരുന്നുള്ളൂ. ഇതുപോലെ നമ്മൾ ഇവിടെ ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ കേട്ടോ വരിക. ഇതിൻ്റെ ബാക്കിലേക്ക് ഓപ്പണിങ്ങും സിബൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഓൾറെഡി നമ്മൾ ഫ്രണ്ടും ബാക്കും ഇതുപോലെ സ്ട്രാപ്പ് ഡ്രസ്സ് ആകുമ്പോൾ ഇത് തലയിൽ കൂടെ കൊള്ളാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ യോക്ക് പോർഷൻ്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് താഴെ ഫ്രില്ല് കൊടുക്കാനുള്ള ഒരു പീസ് കട്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ നമുക്ക് 5 ഇഞ്ച് വേണ്ടത്, അതിൻ്റെ കൂടെ എക്സ്ട്രാ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് നമ്മൾ 6 ഇഞ്ചിലൂടെ മാർക്ക് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ആ 6 ഇഞ്ചിൻ്റെ അതേപോലുള്ള കുറച്ച് പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഫസ്റ്റ് ചെയ്യുന്നത് ഇതേപോലെ 6 ഇഞ്ചിലുള്ള പീസസ് നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ ശേഷം ഞാൻ ഓരോ ഫ്രില്ലിലും എത്ര വേണ്ടുന്നുള്ള അളവുകൾ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പം ഞാനിവിടെ നമുക്ക് ഫ്രില്ലിടാൻ വേണ്ടിയിട്ടുള്ള പീസ് തന്നെ 6 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട്, കാരണം ഇവിടെ നിങ്ങളുടെ ലെങ്ത്ത് 6 ഇഞ്ചായിട്ട് വേണ്ടത്. പിന്നെ അതിൻ്റെ ശേഷം വിഡ്ത്തിൻ്റെ കാര്യം പറഞ്ഞുതരാം, കാരണം 3 സ്റ്റെപ്പായിട്ടാണ് നമുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഓരോരോ ലെയറുകൾ വേണ്ടത്. അപ്പോൾ നമുക്ക് 5 ഇഞ്ച് ലെങ്ത്തും അതിൻ്റെ കൂടെ എക്സ്ട്രാ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് ഞാൻ 6 ഇഞ്ചാണ് കേട്ടോ അപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഈ പീസുകളൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇതുപോലത്തെ 6 ഇഞ്ച് ലെങ്ത്ത് വരുന്ന നമുക്ക് ഇതൊന്ന് കിട്ടുന്ന പീസുകൾ ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഫസ്റ്റ്.
ഇതുപോലെ ഫ്രില്ലുകൾ താഴെ ഉള്ളത് കട്ട് ചെയ്തിട്ട് അപ്പോൾ ഫസ്റ്റ് ലെയറിൻ്റെ വേണ്ടത് നമുക്ക് ഇതേപോലെ ഇത് വരുന്നത് ഫസ്റ്റ് ലെയർ വരുന്നത് ഒരു 20-21 ഇഞ്ചൊക്കെയാണ് കേട്ടോ. കറക്റ്റ് ഇതാ ഒരു 21 ഇഞ്ചിൻ്റെ 2 പീസാണ് കേട്ടോ ഫസ്റ്റ് ലെയറായിട്ട് നമുക്ക് വേണ്ടത്. ഇതുപോലത്തെ ഫസ്റ്റ് ലെയർ 2 പീസ് 21 ഇഞ്ച് വരുന്നുണ്ട്. അതേപോലെ സെക്കൻഡ് ലെയർ വരുന്നത് ഒരു 31-32 ഇഞ്ചൊക്കെയാണ് കേട്ടോ. ഇതുപോലെ സെക്കൻഡ് ലെയർ വരുന്നത് ഇതുപോലെ ഒരു 32 ഇഞ്ചിൻ്റെ 2 പീസ് സെക്കൻഡ് ലെയറിനുള്ളത് കേട്ടോ. അതുപോലെ തന്നെ തേർഡ് ലെയർ വരുന്നത് ഇതേപോലെ ഒരു 42 ഇഞ്ച് വരുന്നത് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഇതിൽ കുഞ്ഞു അധികം തിക്കായിട്ടുള്ളതിൽ കുഞ്ഞു ഫ്രില്ലുകൾ കേട്ടോ നമ്മൾ ഇട്ടെടുക്കേണ്ടത്. ഇതേപോലെ ഒരു 42 ഇഞ്ചാണ് കേട്ടോ. അതുപോലത്തെ 2 പീസാണ്. അപ്പോൾ നമുക്ക് ബോഡി പാർട്ടിനുള്ളത് അതായത് ഫ്രോക്കിനുള്ളത് നമുക്ക് ഇതൊക്കെയാണ് കേട്ടോ വേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഷോൾഡറിൽ കൊടുക്കാനുള്ള സ്ട്രാപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ യോക്ക് പോർഷനും ഇതുപോലെ 2 പീസ് വെച്ചിട്ട് തന്നെ കേട്ടോ ചെയ്യുന്നത്. കാരണം ഇതിന് ഈ കളറിൻ്റെ അടുത്ത് ലൈനിങ് ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ ഞാൻ ഇതുപോലത്തെ ഒരു എക്സ്ട്രാ പീസും കൂടി ഇതിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. മെയിൻ ക്ലോത്തിൽ തന്നെ പിന്നെ നമുക്ക് സ്ലീവിൻ്റെ ആം ഹോളിൻ്റെ ഒരു ഭാഗം അതുപോലെ സ്ലീവിന് സ്ട്രാപ്പും കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ 2 ക്രോസ് പീസ് വേണം കേട്ടോ. അതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് നമ്മളൊരു 18 ഇഞ്ചൊക്കെ വരെ എടുക്കാം കേട്ടോ. ലെങ്ത്ത് 18ഉം അതുപോലെ അതിൻ്റെ വിഡ്ത്ത് വരുന്നത് 1.5 ഇഞ്ച് കേട്ടോ. അപ്പോൾ 1.5 ഇഞ്ച് വിഡ്ത്തുള്ള 18 ഇഞ്ച് ലെങ്ത്തുള്ള 2 ക്രോസ് പീസ് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അതായത് സ്ലീവിൻ്റെ ആ സ്ട്രാപ്പും അതേപോലെ തന്നെ ആം ഹോളിൻ്റെ ആ ഒരു ഭാഗം ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നമുക്ക് 2 സ്ട്രാപ്പ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റിന് നമുക്ക് ബാക്ക് പോർഷൻ ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ ബാക്ക് പോർഷൻ്റെ ലൈനിങ് അതിപ്പോൾ ലൈനിങ് ക്ലോത്താണ് അല്ലെങ്കിൽ മെയിൻ ക്ലോത്ത്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ക്ലോത്ത് വെക്കുക. അതിന് ശേഷം നമ്മളിതിൻ്റെ ഇതേപോലെ അടുത്ത ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഈ നെക്കിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗം ഫിനിഷ് ചെയ്തെടുക്കണം. അതേപോലെ തന്നെ ഈ അടിഭാഗം കേട്ടോ. നമ്മൾ ആം ഹോളിൻ്റെ അവിടെ നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഇതിന് പഫ് സ്ലീവാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ നെക്കിൻ്റെ ഈ ഒരു ഭാഗം ഫിനിഷ് ചെയ്തെടുക്കുക. അതുപോലെ ഈ അടിഭാഗം ഫിനിഷ് ചെയ്തെടുത്തിട്ട് അടിച്ചിട്ട് മറിക്കുക കേട്ടോ. ഇതിൽ കൂടെ സ്റ്റിച്ച് കൊടുക്കുക. ഇതേപോലെ ചുറ്റിനും സ്റ്റിച്ച് കൊടുക്കുക. അതുപോലെ താഴെ ഭാഗത്തും ഇതേപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല വശമാണ് ഉള്ളിലേക്ക് വരുന്നത്. പൊട്ട വശത്ത് കൂടെ സ്റ്റിച്ച് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ ഇത് അടിച്ചിട്ട് മറിച്ചെടുക്കുകയായിട്ട് ചെയ്യുക. അതായത് റൗണ്ട് ചെയ്തിട്ട് നെക്കിൻ്റെ ഒരു ഭാഗം അതേപോലെ തന്നെ ഈ ഒരു പോർഷനും റൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. 2 പീസും ഇതേപോലെ അടുത്ത പീസ് വെച്ചിട്ട് അതും ഇതുപോലെ. അപ്പോൾ നമ്മൾ വെക്കുമ്പോൾ എപ്പോഴും 2 നെക്കും ഒരേ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വെക്കാൻ കേട്ടോ. അത് നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ മറിഞ്ഞു പോകും. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും തന്നെ ഇതേപോലെ വെച്ചിട്ട് കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അതുപോലെ ഇതുപോലെ നമ്മൾ ഒപ്പം വെച്ചിട്ട് വേണം ഈ പീസ് വെക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതേപോലെ റൗണ്ട് ചെയ്തിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഒരു ഭാഗം പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ ബാക്ക് പോർഷനും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ ഈ ഒരു ഭാഗം വെക്കുമ്പോൾ നമ്മളൊരു ബട്ടൺ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയൊരു ഇലാസ്റ്റിക് ഇതുപോലത്തെ ഇലാസ്റ്റിക്കിൻ്റെ ത്രെഡ് ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ഉള്ളിലേക്ക് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് വരുമ്പോൾ അത് മറിക്കുമ്പോൾ അത് പുറത്തേക്ക് വരും കേട്ടോ. അപ്പം ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് പോർഷന് അടിഭാഗം ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ട് പോർഷനും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ എക്സ്ട്രാ പീസും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഓരോ കട്ടുകളിട്ടിട്ട് ഇത് ഫുള്ളായിട്ട് മറിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ നല്ല വശത്തേക്ക് മറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഇത് ഫ്രണ്ട് പോർഷന് അതുപോലെ തന്നെ ഇത് ബാക്ക് സൈഡ് കേട്ടോ. അപ്പോൾ ഇത് നല്ല വശത്തേക്ക് മറിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുക. അപ്പോൾ ഷോൾഡർ എങ്ങനെ ഹൈഡ് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക എന്നുള്ളത് മുന്നേ ഉള്ള ഫ്രോക്കിൻ്റെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ 2 സൈഡും ഷോൾഡർ ഒന്ന് ഫസ്റ്റ് ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ ഇതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ ഈ സൈഡിൽ കൂടെ ജസ്റ്റ് ഒരു സ്റ്റിച്ച് കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടിയിട്ട് ഒന്ന് തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മളിതുപോലെ സ്ലീവിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ അതിൽ ഇതുപോലെ കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് 2 സൈഡിലും അടിഭാഗത്തും മുകൾ ഭാഗത്തും കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്ത് ഇതേപോലെ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം വെച്ചിട്ട് നമ്മളിത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക കേട്ടോ. 2 സൈഡിലും ഇതുപോലെ ആദ്യം ഫുള്ളായിട്ട്
സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ ഞാൻ ബോഡി പാർട്ടിൽ സ്ലീവ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം ഇതേപോലെ സ്ലീവിൻ്റെ എൻഡ് വശത്ത് പൊട്ടവശത്താണ് കേട്ടോ, സ്ലീവിൻ്റെ എൻഡിൽ പൊട്ടവശത്ത് ഇതേപോലെ ഒരു പീസ് വെച്ചിട്ട് നമ്മൾ നല്ല വശത്തേക്ക് ഇതുപോലെ പൈപ്പിംഗ് പോലെ മറിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ പൈപ്പിംഗ് പോലെ മറിച്ചെടുക്കുക. അത് വെക്കൽ നമ്മൾ ഇതുപോലെ പൊട്ടവശത്ത് കൂടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം ഇങ്ങോട്ടേക്ക് മറിച്ചിട്ട് നല്ല വശത്തേക്ക് മടക്കിയിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ ഇവിടെ സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്ലീവിൻ്റെ എൻഡ് ഭാഗം ഫിനിഷ് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഒന്നുമില്ല, ഇനി സൈഡ് ഭാഗം ജോയിൻ ചെയ്യാൻ മാത്രമാണ് കേട്ടോ ഇതിൻ്റെ പണിയുള്ളൂ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ എൻഡ് വശം ഉള്ളിലേക്ക് നേരത്തെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കാരണം എൻഡ് ഭാഗം ഒന്നും ചെയ്യാല്ല. അപ്പം ഇനി രണ്ട് സൈഡും അതായത് സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അതിൻ്റെ ശേഷം നമുക്ക് ഇതുപോലത്തെ ഒരു ഷോ ബട്ടൺ എന്തെങ്കിലും ഇവിടെ ഒന്ന് കൊടുക്കുക. അതായത് നമുക്ക് ഈ ഇലാസ്റ്റിക് ഇതിന് മുകളിൽ കൂടെ ഇട്ടിട്ട് ബട്ടൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു ബട്ടൺ ഇവിടെ തുന്നി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ മുകളിലുള്ള ഈ കോട്ടിൻ്റെ കംപ്ലീറ്റ് പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ വരിക. ഇതുപോലെ നമ്മളിവിടെ ഒരു ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഇലാസ്റ്റിക് ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും കൊടുക്കണം. അപ്പോൾ ഇലാസ്റ്റിക് കൊടുത്തെന്ന് മാത്രമല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ തന്നെ ക്ലോത്തും കൊണ്ട് ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഇട്ട് വരിക. സ്ലീവൊക്കെ വന്നിട്ട് ഇപ്പോൾ സ്ലീവിൻ്റെ അവിടുത്തെ റൗണ്ട് എന്നൊക്കെ വെച്ചാൽ നമുക്ക് ഓരോ കുട്ടികളുടെ കയ്യിൻ്റെ അവിടുത്തെ ആ റൗണ്ടിനനുസരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് പിന്നെ റയോണിൻ്റെ മെറ്റീരിയലാണ്. ഇത് അതിൻ്റെ ഉള്ളിലേക്കുള്ള ഫ്രോക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഞാൻ ക്ലോത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ലൈനിങ് കട്ട് ചെയ്യുന്ന ലൈനിങ് ഏതാണെങ്കിലും ഇതുപോലെ നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് നമ്മൾ അടിച്ച് മറിക്കട്ടെ. ആം ഹോളിൻ്റെ അവിടെ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഫ്രണ്ട് പീസും ബാക്ക് സൈഡും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഈ 6 ഇഞ്ചിൻ്റെ പീസുകൾ കുറേ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, ആ പീസുകളിലൊക്കെ ഫുള്ളായിട്ട് നമ്മൾ ഇൻ്റർലോക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഈ ഒരു ഭാഗം, അതായത് ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് ഒരു സൈഡ് മൊത്തമായിട്ട് ഇൻ്റർലോക്ക് റോൾ ഹെമ്മിങ്ങില്ലേ അത് ചെയ്തെടുക്കട്ടെ ചെയ്യരുത്. അത് നമ്മൾ ഉഷയുടെ ജനോമി ആ ഒരു മെഷീനിലാണ് കേട്ടോ ആ ഒരു ഫോട്ടോ വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഫുള്ളായിട്ട് ഈ 6 ഇഞ്ച് കട്ട് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് പീസും അതേപോലെ ഫുള്ളായിട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഒരു മെഷീനിലാണ് കേട്ടോ ഞാൻ റോൾ ഹെമ്മിങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സെലക്ടർ സീലിക്കാക്കുക, ലെങ്ത്ത് 0 to 1 ആക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഇതും 1 ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു ഫോട്ടോ വെച്ചിട്ടാണ് ചെയ്യുന്നത്, റോൾ ഹെമ്മിങ്ങിൻ്റെ ഫോട്ടോ വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇപ്പോൾ ഇതിൽ കാണിക്കണില്ല. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ഇട്ട് ചെയ്യുക, കാരണം ഇത് ഒരുപാട് ലെങ്ത്ത് ആയിക്കോട്ടെ. നമ്മൾ ഇതുപോലെ വെറുതെ ജസ്റ്റ് ക്ലോത്ത് വെച്ചെടുത്ത് സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ അത് കറക്റ്റായിട്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ ഞാൻ അത് ചെയ്യുന്നത് ഇവിടെ കാണിക്കണില്ല കേട്ടോ. യോക്ക് പോർഷൻ ഇവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്, 2 യോക്ക് പോർഷൻ. അതിന് ശേഷം ഇതേപോലെ വെച്ച് കൊടുക്കട്ടെ രണ്ടും. അതിന് ശേഷം നമ്മുടെ ക്ലോത്തിൻ്റെ പൊട്ടവശത്താണ് കേട്ടോ അപ്പോൾ ഞാൻ വെച്ച് കൊടുക്കുന്നത്. നമുക്ക് നല്ല വശത്തും വെക്കാം, എങ്ങനെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ഫസ്റ്റ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക കേട്ടോ. അതിൻ്റെ ശേഷം ഇതിൻ്റെ ഈ തുമ്പ് വശം ഈ ഒരു ഭാഗത്തും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇതേപോലെ തന്നെ 2 സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഈ സെൻറ്റർ ഭാഗം വരുമ്പോൾ നമ്മളിവിടെ ആ ഭാഗം സ്റ്റിച്ച് ചെയ്ത് അവിടെ ഇട്ടിട്ട് പിന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഈ ക്രോസ് പീസ് 2 യോക്ക് പോർഷൻ്റെ എൻഡ് വശത്തും ജോയിൻ ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇതുപോലെ 2 സൈഡിലും ക്രോസ് പീസ് വെച്ചെടുത്തിട്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഫുള്ളും ഓരോ ചെറിയ കട്ടുകൾ കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നല്ല വശത്തേക്ക് ഇതുപോലെ വെച്ചിട്ട് നമ്മളൊന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് കട്ട് കൊടുത്താലാണ് കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത്, അപ്പോൾ ഈ ഒരു ഭാഗം എത്തുമ്പോൾ നമ്മൾ ഈ ഒരു പോർഷൻ ഇതുപോലെ ഉള്ളിലേക്കാക്കിയിട്ട് ഇതേപോലെ തന്നെ നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇതുപോലെ നമ്മളിപ്പോൾ ഇവിടെ ഓൾറെഡി അടിച്ച കാരണം കൊണ്ട് ആ തുമ്പ് ഇങ്ങനെ ഉള്ളിലേക്ക് മടങ്ങി പോയിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് റൗണ്ട് ചെയ്തിട്ട് 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ കുഞ്ഞു കട്ടുകൾ കൊടുക്കുക കേട്ടോ. ടോപ്പ് പോർഷൻ്റെ ഈ പോർഷൻ ഇവിടെ ക്രോസ് പീസൊക്കെ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ 2 സൈഡും കൂട്ടി ജോയിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. 2 സൈഡും ഈ സൈഡും സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ യോക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ ഇവിടുത്തെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് ലെങ്ത്ത് വെച്ചിട്ട് ബാലൻസ് പീസ് കട്ട് ചെയ്ത് കളയാം കേട്ടോ. പിന്നെ ഇനി നമുക്ക് സ്കേർട്ട് പോർഷനാണ് അടുത്തത് ചെയ്യേണ്ടത്. സ്കേർട്ട് പോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇതേപോലെ ഇത് ഏറ്റവും മുകളിൽ വരുന്ന ഒരു പീസ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ലോങ് സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. നമ്മളിതിനെ വലിച്ചിട്ട് കുഞ്ഞു പ്ലീറ്റ്സ് ആക്കി കൊടുക്കുകട്ടോ ചെയ്യുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് പോർഷൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ ലെയറില്ലേ ആ ലെയറിൻ്റെ മുകളിൽ ഇതുപോലെ ഞാൻ ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം നമ്മൾ ഇതിന്ന് ഒരു നൂല് വലിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ നമ്മൾ പ്ലീറ്റ്സിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ
ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അതായത് നമ്മുടെ മുകളിലത്തെ ഭാഗത്തിൻ്റെ നല്ല വശത്ത് ഇതേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ എങ്ങനെയാണോ ഒരു തുണി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്, സ്റ്റിച്ച് ചെയ്തിട്ട് ഇത് മറിക്കാനുള്ളതല്ല കേട്ടോ, ഇതേപോലെ തന്നെയാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് ഉണ്ട്. കാരണം നമ്മൾ ഇവിടെ ഇൻ്റർലോക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്, ഓൾറെഡി ഇവിടെ ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നൂലും കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ നമ്മൾ ഈ പ്ലേറ്റ്സിനെ അതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നല്ല നീറ്റാക്കി വെച്ചിട്ട് ഇതേപോലെ വെച്ചിട്ട് നമ്മൾ മുകളിൽ വെച്ചിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല, സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടെ തന്നെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അതിൻ്റെ ശേഷം അതേപോലെ തന്നെ തേർഡ് ലെയർ ഉണ്ടല്ലോ, അതും ഇതേപോലെ നമ്മൾ വെച്ചിട്ട് ഇതുപോലെ ഒരു നൂലെടുത്തിട്ട് അതിൻ്റെ പ്ലീറ്റ്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മുകളിൽ വെച്ചിട്ട് ഇതുപോലെ നമ്മളിത് അടിച്ചിട്ട് മറിക്കല്ലേ ചെയ്യുന്നത്, നല്ല വശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതിപ്പോൾ മോൾ ഭാഗത്ത് നല്ല വശം, സെക്കൻഡ് പാർട്ട് തേർഡ് പാർട്ട് എല്ലാത്തിനും നല്ല വശത്ത് വെച്ചിട്ടാട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. ആദ്യം ഞാൻ ഈ പ്ലീറ്റ്സ് എല്ലാം ജോയിൻറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ നൂല് വലിച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം കേട്ടോ പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിതുപോലെ യോക്ക് പോർഷന് ഫുള്ളായിട്ട് ഇവിടെ നമ്മൾ സൈഡ് കൂട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഇതുപോലെ ഇതിൻ്റെയും ഇതുപോലെ ഫ്രില്ല് നമ്മൾ നല്ല വശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഇതിൻ്റെ നല്ല വശം കൂടി വെച്ചിട്ട് നമ്മൾ സൈഡ് കൂട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ സൈഡ് കൂട്ടിയെടുക്കുമ്പോൾ ഞാനിവിടെ ഓൾറെഡി ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പ്ലീറ്റ്സ് ഇടാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫസ്റ്റ് പ്ലീറ്റ്സിനെ കൊണ്ടുവരാം. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സ്കേർട്ട് പോർഷൻ്റെ അടിഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇത് നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് പൊട്ടവശത്ത് കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സ്കേർട്ട് പോർഷൻ്റെ ഈ ഒരു ഭാഗം ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സ്കേർട്ട് പോർഷൻ്റെ പൊട്ടവശം വരുന്നത്, അതേപോലെ തന്നെ യോക്ക് പോർഷൻ ഇതാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചെങ്കിൽ ഇതേപോലെ സ്കേർട്ട് പോർഷൻ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ശേഷം നമ്മൾ യോക്ക് പോർഷൻ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ സൈഡ് ജോയിൻ്റ് ചെയ്ത ഒരു ഭാഗം ഉണ്ടല്ലോ, അത് രണ്ടും ഒരേപോലെ വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ പ്ലീറ്റ്സിനൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇതേപോലെ പൊട്ടവശത്ത് കൂടെ വരും. ഇപ്പോൾ നമ്മൾ മറിച്ച് കഴിഞ്ഞാൽ അതുപോലെ നല്ല വശം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ ഇത് സിമ്പിളാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ സ്കേർട്ട് പോർഷൻ വെക്കുക, മോൾ ഭാഗത്തേക്ക് നല്ല വശം പൊട്ടവശം വെച്ചിട്ട് ഉള്ളിലേക്ക് നല്ല വശം വരുന്ന രീതിയിൽ വെക്കുക. അതേപോലെ തന്നെ യോക്ക് പോർഷൻ്റെ നല്ല ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അതിൻ്റെ ശേഷം നമ്മൾ ഇതിനെ ഇതുപോലെ റൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ റെഡിമെയ്ഡ് ഫ്രോക്കിനൊക്കെ ഇങ്ങനെ ചെയ്യട്ടെ, നെറ്റ് ഫ്രോക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഇട്ട് ചെയ്യുക. കാരണം ഷേപ്പ് ചെയ്യില്ല, ഓൾറെഡി നമ്മൾ ഷേപ്പ് ചെയ്തതിന് ശേഷമാണ്. പിന്നെ ഞാനിതിനെ എന്താ പറയുക ബാക്കിൽ കെട്ടാനുള്ള വള്ളിയും കാര്യങ്ങളൊന്നും വെച്ചില്ല, കാരണം ഓൾറെഡി നമ്മളിനി ഇതിൻ്റെ മുകളിൽ ഇലാസ്റ്റിക് കൂടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഞാനിത് ഫുള്ള് റൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. നമ്മുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് അവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ എൻഡ് ഭാഗം ഒന്ന് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്തിട്ടൊന്ന് ഒന്നെങ്കിൽ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ ഇൻ്റർലോക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണത്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ ഈ യോക്ക് പോർഷൻ ഉണ്ടല്ലോ, ഇവിടെ ഈ യോക്ക് പോർഷനിൽ നമ്മൾ ഇതുപോലത്തെ ഒരു ഇലാസ്റ്റിക് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇലാസ്റ്റിക് ഒരു 18 ഇഞ്ച് നീളത്തിലുള്ള ഒരു ഇലാസ്റ്റിക് അപ്പോൾ ഞാൻ എടുക്കണം കേട്ടോ. ഇതുപോലെ എടുക്കുക. അതിൻ്റെ ശേഷം നമ്മളുടെ യോക്ക് പോർഷൻ ഇതുപോലെ മറിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഉള്ളിൽ വെറുതെ ജസ്റ്റ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അതിപ്പോൾ നമുക്ക് പൊട്ടവശത്ത് കൂടെ വേണമെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചാൽ മതി. അതല്ലാന്ന് വെച്ചെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ലേ, അതിൻ്റെ മുകളിൽ കൂടെ ഇതേപോലെ ഇലാസ്റ്റിക് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വലിച്ച് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഞാനൊരു 18 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് എടുത്തേക്കണം കേട്ടോ. അപ്പോൾ വലിയ ടൈറ്റിലല്ല ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് ഫുള്ളായിട്ട് വലിച്ചിട്ട് ഇത് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ എൻഡ് ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ചിങ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് വരുന്നത്. ഇത് ഇട്ട് കഴിഞ്ഞാൽ കേട്ടോ ഇതിൽ ഭംഗിയായിട്ടുള്ളൂ, കാരണം ഇവിടെ നമ്മൾ ഇലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ വെച്ച കാരണം കൊണ്ട് തന്നെ കുട്ടികൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്കാണ് വരുന്നത്. അപ്പോൾ അതിന് മുകളിലായിട്ട് നമുക്ക് ഒരു കോട്ടും വരും കേട്ടോ. കേട്ടോ ഈ രീതിക്ക് കേട്ടോ. അപ്പോൾ ഇത് വരുന്നത്